friends, welcome to my channel. നമുക്കൊന്നൊരു പുതിന ജ്യൂസ് ഉണ്ടാക്കിയാലോ? നമുക്ക് പുതിന പറിക്കാം. സാരം മുഴക്കി പുതിന കുഴിച്ചിട്ടിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ തിന്നണം. ഞങ്ങളെന്നാൾ നെല്ലിയാമ്പതി പോയപ്പോൾ അവിടുത്തെ ഒരു റിസോർട്ടിൽ നിന്ന് അവിടുത്തെ മുതലാളി പറിച്ചോളാൻ പറഞ്ഞിട്ട് പറിച്ചെടുത്തു. വെച്ചിട്ടിപ്പോൾ 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോഴേക്കും പൊന്നൂസ് വിളിച്ചു പോയി അവരെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് അതാണ് ആ സൗണ്ട് കേട്ടത്. അത്രേ കിട്ടിയുള്ളൂ. ഇത് മതി. അപ്പോൾ നമുക്കിനി ജ്യൂസ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ഒരു ജാറിലേക്ക് ഇതിൽ കുറച്ചേ ഉള്ളൂ പുതിന. അപ്പോൾ നമ്മളുള്ളതിനനുസരിച്ച് ഇടുക. പിന്നെ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിരിക്കുന്നുണ്ട്. എനിക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെറുതെടുത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി വലുപ്പത്തിൽ വലുതെടുക്കുക. അത് പറഞ്ഞിട്ട് ഫോന് വലുതൊന്നും വേണമെന്നില്ല കേട്ടോ. പിന്നെ ഒരു നാരങ്ങ, അതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അതും കൂടി നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. കുരുവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുരുവൊക്കെ എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര താല്പര്യമില്ലാത്തവർക്ക് ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ. ശർക്കരയും കൂടി ഇട്ടിട്ട് അടിക്കാം. ഞാനിപ്പോൾ ശർക്കര ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ കുറേ ക്ലാരിറ്റി പ്രശ്നമില്ല, പിന്നെ സംസാരിക്കുന്നതിൽ കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ആദ്യമായിട്ടാണ് ഓൺ വോയിസിൽ വരുന്നത്, അതുകൊണ്ടൊക്കെയാണ് അതിൻ്റേതായ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചിട്ട് വരാം. ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചെടുത്തതിൻ്റെ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് അരച്ചെടുത്ത് കേട്ടോ. ഞാൻ അതിലിനി കുറച്ചും കൂടി തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് ഞാൻ ഗ്ലാസ്സിലാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അരിച്ചെടുത്തിട്ട് ഗ്ലാസ്സിലാക്കിയിട്ട് കാണിച്ചു തരാം. പുതിന ജ്യൂസ് കളർ കുറവായിരുന്നു, കുറച്ചും കൂടി കളർ ഉണ്ടായിരുന്നെങ്കിൽ നല്ല കളറിൽ കിട്ടിയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. ചൂട് കാലത്ത് നമുക്ക് നല്ലൊരു ഡ്രിങ്കാണ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. വീഡിയോയിൽ കുറേ നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ പുതിന ജ്യൂസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.